നമ്മളെല്ലാവരും പുതിയ തലമുറയിൽ വരുന്ന ആൾക്കാരെല്ലാം നമ്മുടെ ഇന്ത്യയിൽ നിൽക്കുക അല്ലെ ഭാരതത്തിൽ നിൽക്കാതെ തന്നെ വെളിയിലേക്ക് മിഗ്രേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ ലൈഫ് സ്റ്റൈലും അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ സൗന്ദര്യം കണ്ടിട്ട് അവിടുത്തെ ആ രാജ്യത്തിന്റെ സൗന്ദര്യം, അത് രാജ്യ സൗന്ദര്യം വെച്ച് പറയുകയാണെങ്കിൽ എല്ലാ കൺട്രീസ് നമ്മുടെ ഇന്ത്യയിലെ ഔട്ട്സൈഡ് കൺട്രീസുകളിലെല്ലാം ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു 3, 4, 5 പോട്ടെ 10 പ്ലേസ് ഓരോ രാജ്യത്തിനും ഉള്ളൂ. പക്ഷെ അതേസമയം നമ്മൾ ഭാരതത്തിലേക്ക് വരുമ്പോൾ ആലോചിക്കുക, കേരളത്തിൽ 10-20 പ്ലേസ് നല്ല സൂപ്പർ ആയിട്ടുള്ള പ്ലേസുകൾ, അങ്ങനെ 28 സ്റ്റേറ്റിലും അങ്ങനെ സെപ്പറേറ്റ് കേരളത്തിനെക്കാട്ടി ഒരുപാട് വിപുലീകരിച്ച് ഒരുപാട് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന അത്ര പ്രകൃതിദത്തമായിട്ടുള്ള പ്ലേസുകളുള്ള 28 സ്റ്റേറ്റ് ആണ് നമുക്കുള്ളത് മൊത്തമുള്ള അല്ലേ. 28 സ്റ്റേറ്റ് ഉള്ള ഒരു ഭാരതത്തിനകത്ത് നമ്മളൊരു ജന്മം കൊണ്ട് മൊത്തം കണ്ടു തീർക്കാൻ പറ്റാത്ത, നടന്നു തീർക്കാൻ പറ്റാത്ത അത്ര കാണാൻ ഉള്ള സാധനങ്ങൾ മൊത്തവും ദൈവം നമ്മളിൽ നിറച്ചു വെച്ചിട്ടുണ്ട് ഭാരതത്തിനകത്ത്. അപ്പൊ നമ്മൾ ഇവിടെ ശരിക്കും എല്ലാവരും ഇവിടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടുത്തെ ജോലികളുടെ കാര്യമാണ് പ്രശ്നം. ജോലി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. നമ്മൾ +2 വരെ പഠിക്കുന്നത് ഒരു വലിയ ഒരു നമ്മുടെ കാലഘട്ടം തന്നെ നമ്മൾ +2 വരെ പോകുന്ന ഒരു വയസ്സിൽ വരുന്നുണ്ട് അല്ലെ. അപ്പോൾ 22 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ജോലിയിലേക്ക് കിട്ടാൻ വേണ്ടിയുള്ള പഠിപ്പായിരിക്കണം നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു അംബീഷ്യസ് ആയിരിക്കണം. ഒരു +2 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ ഓക്കെ ആണ്, നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പഠിക്കും. എല്ലാവരും നമ്മൾ ജനിച്ച മണ്ണിൽ തന്നെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ പലരും അങ്ങനെ വരാതെ പോകുന്ന അവർക്ക് കറക്റ്റായിട്ടുള്ള ജോലി കിട്ടുന്നത്. അപ്പം നമ്മൾ മരിക്കാൻ വേണ്ടി തിരിച്ച് ഇന്ത്യയിൽ വരാതെ നമ്മൾ ഇവിടെ തന്നെ ജീവിച്ച് മരിക്കാൻ ശ്രമിക്കും. അതല്ലേ നല്ലത്.